നമസ്കാരം. ഞെട്ടിക്കുന്ന ഒരു സംഭവം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകാൻ പോകുന്നതായിരുന്നു. പക്ഷേ അത് ഓം ബിർളയുടെ ചെവിയിലേക്ക് കൃത്യമായി വിവരങ്ങൾ എത്തിയതോടെ ഓം ബിർള അത് SBGക്കും IBക്കും പറയുകയും IBയുടെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും കൂടാതെ നരേന്ദ്രമോദിയെ വിളിച്ചു പറഞ്ഞിട്ട് പാർലമെന്റിലേക്ക് വരരുത്, രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയിൽ പ്രസംഗിക്കാനായിട്ട് പാർലമെന്റിൽ വരരുത്, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്, നിങ്ങളെ ആക്രമിക്കാൻ, അതായത് നരേന്ദ്രമോദിയെ ആക്രമിക്കാൻ കോൺഗ്രസിലെ വനിതാ MPമാരും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരു തിരക്കഥ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ നന്ദി പ്രമേയ ചർച്ചയിൽ പ്രസംഗിക്കാനായിട്ട് പാർലമെന്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഇവർ ആക്രമിക്കുമെന്ന് ഓം ബിർള നരേന്ദ്രമോദിയോട് പറഞ്ഞു. അത് പ്രകാരമാണ് മോദി പാർലമെന്റിലേക്ക് എത്തിയില്ല. അതിൽ പുറത്തേക്ക് വരുന്ന ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് വനിതാ MPമാർ, അതായത് ഒന്ന് രാജസ്ഥാനിൽ നിന്നും ഒന്ന് തെലങ്കാനയിൽ നിന്നുള്ള രണ്ട് വനിതാ MPമാരും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ ഒരു വനിതാ വക്താവ്, നമുക്കൊക്കെ സുപരിചിതരായ ഒരു വനിതാ വക്താവാണ് കോൺഗ്രസിലെ ഇവർ, പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടെ ചേർന്നിട്ടാണ് ഒരു തിരക്കഥ ഒരുക്കിയത്. നരേന്ദ്രമോദി നന്ദി പ്രമേയ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ വരുന്ന സമയത്ത് നരേന്ദ്രമോദിയുടെ അടുത്ത് ചെന്ന് മോദിയെ ശാരീരികമായി ഉപദ്രവിക്കാം. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ്സുകാർ ഒരുക്കി നിർത്തിയ രണ്ട് വനിതാ MPമാർ, രാജസ്ഥാനിൽ നിന്നുള്ളത് തെലങ്കാനയിൽ നിന്നുള്ള രണ്ട് വനിതാ MPമാർ, പെട്ടെന്ന് തന്നെ അവർ സ്വമേധ തന്നെ അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറും. അതായത് അങ്ങനെ അവർ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ സ്വാഭാവികമായി പുറത്തേക്ക് വരുന്ന വാർത്ത എന്താണ്? നരേന്ദ്രമോദിയെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ മോദി രണ്ട് വനിതാ MPമാരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി അപമാനിച്ചു, അല്ലെങ്കിൽ ഈ BJP MPമാർ കോൺഗ്രസിലെ രണ്ട് വനിതാ MPമാരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു കലാപം ഇന്ത്യയിൽ ഉണ്ടാകുക, അല്ലെങ്കിൽ BJP സർക്കാർ സ്ത്രീകളെ അപമാനിച്ചു എന്ന രീതിയിലേക്ക് BJP സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കമായിരുന്നു അന്ന് പാർലമെന്റിൽ നടന്നത്. പക്ഷെ അത് കൃത്യമായി തന്നെ ഓം ബിർളയുടെ ചെവിയിലേക്ക് എത്തി. ഇത് എങ്ങനെ ഓം ബിർളയുടെ ചെവിയിലേക്ക് എത്തി എന്ന് ചോദിച്ചാൽ അവിടെയാണ് കളി. ഈ കോൺഗ്രസിലെ വനിതാ MPമാരടക്കം നേരെ ഇന്ത്യ മുന്നണിയിലുള്ള എല്ലാവരിടത്തും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവർ ചെന്ന് പറഞ്ഞത് ശിവസേനയുടെ ഉദ്ധവ് താക്കറെയുടെ വനിതാ MPമാരടുത്ത് ആണ് ഇവർ ചെന്ന് പറഞ്ഞത്. പക്ഷേ കോൺഗ്രസിലെ ഈ നേതാക്കൾക്കെല്ലാം ഒരു കാര്യം തെറ്റി, അല്ലെങ്കിൽ ഒരു അമളി പറ്റി. അതായത് ഈ ഉദ്ധവ് താക്കറെയുടെ പക്ഷത്തുള്ള വനിതാ MPമാർ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ചെന്ന് പറഞ്ഞതാകട്ടെ ഷിൻഡെ വിഭാഗത്തിലുള്ള വനിതാ MPമാരുടെ അടുത്താണ് ചെന്ന് പറഞ്ഞത്. അതായത് NDAയുമായി കൈകോർത്ത് നിൽക്കുന്ന ഷിൻഡെ വിഭാഗത്തിലെ MPമാരോട്, വനിതാ MPമാരോടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ കോൺഗ്രസിലെ MPമാർ ചെന്ന് പറഞ്ഞു കൊടുത്തത്. അങ്ങനെയാണ് ഈ വനിതാ MPമാർ അടക്കം നേരെ ചെന്ന് ഈ ഷിൻഡെ വിഭാഗത്തിലുള്ള വനിതാ MPമാർ നേരെ സ്പീക്കർ ഓം ബിർളയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറയുന്നു. ഇങ്ങനെയാണ് സംഭവം, കോൺഗ്രസ്സുകാർ ഒരു തിരക്കഥ ഒരുക്കിയിട്ടുണ്ട് നരേന്ദ്രമോദി ആക്രമിക്കാനും. കൂടാതെ ഈ പെട്ടെന്ന് തന്നെ ഇവർ സ്വമേധ ഈ രണ്ട് വനിതാ MPമാർ മോദിയുടെ പിറകിൽ ചെന്ന് നിന്നിട്ട് വസ്ത്രങ്ങൾ വലിച്ച് സ്വമേധ അവർ കീറും. അങ്ങനെ BJPക്ക് ഒരു ചീത്തപ്പേരുണ്ടാക്കാനായിട്ട്, ഒരു നീക്കം അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കാനായിട്ട് ഒരു ശ്രമം ഇവർ നടത്തുന്നുണ്ട്. അങ്ങനെയാണ് ഓം ബിർള ഇത് നേരെ IBക്കും SPGക്കും ഈ വാർത്ത കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് SPGയും അതോടൊപ്പം തന്നെ ഓം ബിർളയും മോദിയോട് പറഞ്ഞത്, നിങ്ങൾ ഇവിടെ വരണ്ട, പാർലമെന്റിലേക്ക് നന്ദി പ്രമേയ ചർച്ച അവതരിപ്പിക്കാനായിട്ട്, രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയിൽ പ്രസംഗിക്കാനായിട്ട് നിങ്ങൾ വരരുത് എന്ന് ഓം ബിർള ഒരു കാര്യം പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ബാർ ഡാൻസുകാരിയുടെ മകനാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ വേലുകൾക്ക് രാഹുൽ ഗാന്ധി എന്തായാലും പിടിച്ചു നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതിൽ കൂടെ കോൺഗ്രസ് എന്ന ഈ വൃത്തികെട്ട പാർട്ടിയുടെ മുഖം ഒരിക്കൽ കൂടി പുറത്തേക്ക് വരുന്നു. അതായത് ഒരു മാനവും മര്യാദയും ഇല്ലാതെ സ്വന്തം ദേഹം വരെ, സ്വന്തം സ്വകാര്യ ഭാഗങ്ങൾ വരെ പുറത്തേക്ക് കാണിക്കാൻ വേണ്ടി എന്ത് വൃത്തികെട്ട രാഷ്ട്രീയവും ഈ കോൺഗ്രസിലെ വനിതാ MPമാർ കാണിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.